യൂത്ത് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് നേമം ഷജീർ നമ്മോടൊപ്പം ചേരുന്നുണ്ട്. എന്തുകൊണ്ടാണ് ഇത്തരത്തിലൊരു പ്രതിഷേധത്തിലേക്ക് ഒരു കൗണ്ടർ അറ്റാക്ക്, ഒരു മുഖം രക്ഷിക്കൽ നടപടിയുടെ ഭാഗമാണോ യൂത്ത് കോൺഗ്രസിന്റെ ഈ പ്രതിഷേധം? ഒരിക്കലുമില്ലല്ലോ. നമുക്കറിയാം കോൺഗ്രസിന്റെയും UDF-ന്റെയും അല്ലെങ്കിൽ കേരള രാഷ്ട്രീയത്തിന്റെ ചരിത്രത്തിൽ ഒരു ആരോപണം ഉന്നയിച്ചതിന്റെ അടിസ്ഥാനത്തിൽ 24 മണിക്കൂറിനകത്ത് നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. നമുക്കറിയാം പാർട്ടി ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ആരോപണ വിധേയനെതിരെ ഒരു FIR ഇല്ലാതെ, ഒരു പരാതിയില്ലാതെ ഒരാളെ സസ്പെൻഡ് ചെയ്തത് കേരളത്തിന്റെ ചരിത്രത്തിൽ ആദ്യമായിട്ടാണ്. എന്തുകൊണ്ട് CPM-ന്റെ നേതാക്കൾക്കെതിരെ ഇതൊന്നും എടുക്കുന്നില്ല? അങ്ങനെ ധീരമായ നിലപാട് സ്വീകരിച്ച പ്രതിപക്ഷ നേതാവിനെതിരെയും കോൺഗ്രസ് പാർട്ടിക്കെതിരെയും DYFI-യും SFI-യും ഇവിടെ പോസ്റ്റർ പ്രതിഷേധവുമായി കടന്നു വന്നു. ഞാൻ ചോദിക്കട്ടെ, അതേ DYFI-ക്കും SFI-ക്കും മുകേഷിനെതിരെ കേസുണ്ടല്ലോ, FIR ഉണ്ടല്ലോ, ചാർജ് ഷീറ്റ് ഉണ്ടല്ലോ, ആ മുകേഷ് രാജിവെക്കണമെന്ന് ആവശ്യപ്പെടാനുള്ള നട്ടല് DYFI-ക്കും SFI-ക്കും ഇല്ലാതെ പോയോ? ആ SFI നട്ടലില്ലാത്ത കേരളത്തിലെ ഏറ്റവും വലിയ ലൈംഗിക ആരോപണം നേരിടുന്ന ഒരു യുവജന പ്രസ്ഥാനം DYFI-യും SFI-യുമാണ്. ആ SFI-കാർ ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിൽ കയറി പോസ്റ്റ് ഒട്ടിച്ചിരിക്കുകയാണ്. നമുക്കറിയാം അദ്ദേഹം എടുത്ത നിലപാട് നമ്മളെല്ലാവരും കണ്ടതാണ്, കോൺഗ്രസ് എടുത്ത നിലപാട് നമ്മളെല്ലാവരും കണ്ടതാണ്. ആരോപണ വിധേയനെ സസ്പെൻഡ് ചെയ്തുകൊണ്ട് മാതൃകാപരമായ നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. എവിടെയാണ് പരാതി? എവിടെയാണ് FIR? അപ്പോൾ അതൊന്നുമില്ലാതെ ഏറ്റവും നല്ല ധാർമ്മികത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് കോൺഗ്രസ് പ്രസ്ഥാനം മുമ്പോട്ട് പോകുമ്പോൾ ഇതിനെ ഒരു രാഷ്ട്രീയ ആയുധമായി CPM-ഉം DYFI-യും ഉപയോഗിക്കുകയാണ്. അതുകൊണ്ട് തന്നെയാണ് ഇവിടെ നമുക്കറിയാം ഇതിനകത്ത് ഇതൊരു കോഴി ഫാമാണല്ലോ. ഇതിനകത്ത് മുകേഷ് MLA വളർത്തുന്നുണ്ട്, P ശശിമാരെ വളർത്തുന്നുണ്ട്. അവർക്കെതിരെ നടപടി സ്വീകരിക്കട്ടെ. അവരുടെ രാജി ആവശ്യപ്പെടാൻ എന്തുകൊണ്ട് പിണറായി വിജയന് നട്ടലില്ല? ഈ SFI-യും DYFI-യും പ്രതിപക്ഷ നേതാവിന്റെ വീട്ടിലേക്കാണല്ലോ പറഞ്ഞു വരുന്നത്. അവരെ നേരെ മുകേഷിന്റെ വീട്ടിലേക്ക് പറഞ്ഞുവിട്, അപ്പം നോക്കാം. അതാണ് നമ്മുടെ നിലപാടെന്ന് പറയുന്നത്, ഈ കോൺഗ്രസിന്റെ നിലപാട്. ഹാഷ്മി, ഉറപ്പായും ഇപ്പോൾ നേമം ഷജീർ പറഞ്ഞതുപോലെ കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം ഇനി ഇതിൽ മറ്റു പ്രതിരോധങ്ങൾ എന്നുള്ളത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രതിരോധിച്ച് സമയം കളയേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് നേരത്തെ തന്നെ എത്തിയിരുന്നു. അതിന് പിന്നാലെയാണ് ഇത്തരത്തിലുള്ള സമരങ്ങളിലേക്ക് കൂടി പോകുന്നത്. മാത്രമല്ല, ഇതിന് പ്രധാനപ്പെട്ട നേതാക്കളുടെ എല്ലാം അനുവാദത്തോടു കൂടിയാണ് ഇത്തരം സമരങ്ങളിലേക്ക് കടന്നിട്ടുള്ളത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. കാരണം ആദ്യഘട്ടത്തിൽ കോൺഗ്രസിന്റെ ചില പ്രവർത്തകർ മാത്രം ഇവിടേക്ക് എത്തി പോസ്റ്റർ ഒട്ടിക്കുക, കുറച്ച് പോസ്റ്ററുകൾ ഒട്ടിക്കുക എന്നുള്ളതായിരുന്നു തീരുമാനം. അതിനുശേഷമാണ് അത് പാർട്ടി ഒരു ഔദ്യോഗിക തലത്തിൽ തന്നെ നിർദ്ദേശം കൊടുത്തതിന് ശേഷം കോൺഗ്രസ് യൂത്ത് കോൺഗ്രസിനെയും മഹിളാ കോൺഗ്രസിനെയും KSU-വിനെയും ഇതുമായി ബന്ധപ്പെട്ട് ഈ പരിപാടിയിൽ സംഘടിപ്പിക്കണമെന്ന് നിർദ്ദേശം നൽകുന്നത്. അതിന് പിന്നാലെ ആ നിർദ്ദേശം പാലിക്കപ്പെടുന്നു. അതിന് പിന്നാലെ തെരുവിലേക്ക് ഇറങ്ങുന്നു എന്നുള്ളതാണ്. ഏതെങ്കിലും തരത്തിൽ ഒരു വളരെ പെട്ടെന്ന് ആസൂത്രണം ചെയ്യുന്നതിനപ്പുറത്തേക്ക് നേതൃത്വത്തിന്റെ തന്നെ അറിവോടുകൂടിയാണ് ഇത്തരത്തിൽ ക്ലിഫ് ഹൗസിലേക്ക് കൂടി മാർച്ച് നടത്തുന്നത്. പ്രതിപക്ഷ നേതാവിനാവട്ടെ ഇന്നലെ നടന്ന സംഭവത്തിൽ കടുത്ത അമർഷമുണ്ട്. പ്രതിപക്ഷ നേതാവിന്റെ വസതിയിലേക്ക് എത്തുകയും ഒപ്പം തന്നെ അതിലെ സുരക്ഷ, ഒരു ബാരിക്കേഡുകൾ പോലും തയ്യാറാക്കാൻ പോലീസ് തയ്യാറായില്ല. അതിന് പിന്നാലെ SFI പ്രവർത്തകർ ആ മതിലിൽ പോസ്റ്റർ ഒട്ടിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ആ നിലയിൽ തന്നെ അതേ നാണയത്തിൽ തിരിച്ചടി എന്നുള്ള ഒരു നിലയിലേക്ക് കാര്യങ്ങൾ പോകുന്നത്. സ്വാഭാവികമായും ഇതൊരു തുടക്കമാണ് എന്നുള്ളതാണ് മനസ്സിലാക്കുന്നത്. അതിനപ്പുറത്തേക്ക് മുഴുവൻ ജില്ലാ കമ്മിറ്റികളുടെയും നേതൃത്വത്തിൽ ഉൾപ്പെടെ പ്രതിഷേധങ്ങൾ സംഘടിപ്പിക്കാനും തിരികെ തെരുവിലിറങ്ങാനുമാണ് നേതൃത്വം ഇപ്പോൾ നൽകിയിരിക്കുന്ന നിർദ്ദേശം. കാരണം ഈ പ്രതിരോധിക്കാൻ കോൺഗ്രസ് ഇതുമായി ബന്ധപ്പെട്ട് ഉയർത്തുന്ന പ്രതിരോധം അത് രാഹുൽ മാങ്കൂട്ടത്തിലെ പ്രാഥമിക അംഗത്വത്തിൽ നിന്നുൾപ്പെടെ സസ്പെൻഡ് ചെയ്തിരിക്കുന്ന സാഹചര്യമുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ഇപ്പോൾ ആരോപണ വിധേയരായ വിഷയങ്ങളിൽ മറ്റാരും സ്വീകരിച്ചിട്ടില്ല എന്നുള്ളതിൻ്റെ ഒരു ജനകീയ ക്യാമ്പയിനായി കൂടിയാണ് ഈ വിഷയത്തിൽ എടുക്കുന്നത്. അങ്ങനെ സമാനമായ ആരോപണങ്ങൾ നേരിട്ടവരാണ് ഇവർ എന്നുള്ളതാണ്, ഈ പോസ്റ്ററിൽ കാണുന്നവർ എന്നുള്ളതാണ് ഇവർ ഉയർത്തുന്ന പ്രതിരോധം. അതിൻ്റെ കൂടി പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിലൊരു സമരത്തിലേക്ക് കടക്കുകയും ചെയ്യുന്നത്. ആ നിലയിൽ എല്ലാ ജില്ലകളിലേക്കും ഈ പ്രതിഷേധം വ്യാപിപ്പിക്കുക എന്നുള്ളൊരു നിർദ്ദേശം നിലവിൽ നൽകിയിട്ടുണ്ട്. സ്വാഭാവികമായും അതുകൊണ്ട് തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ പ്രതിഷേധം ഒരു വശത്ത് CPIM-ന്റെയും BJP-യുടെയും യുവമോർച്ചയുടെയും ഒക്കെ ഭാഗത്ത് നിന്ന് നടക്കുന്നതിനൊപ്പം തന്നെ കോൺഗ്രസും തെരുവിലേക്ക് ഇറങ്ങാനുള്ള സ്ഥിതിയാണ് നിലവിൽ ഉണ്ടായിരിക്കുന്നത്. അതിന് കോൺഗ്രസിന് നൽകുന്ന ഊർജം നേരത്തെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ സ്വീകരിച്ച നടപടിയാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ FIR പോലും ഇടാതെ നടപടി സ്വീകരിക്കാൻ തയ്യാറായി. എന്തുകൊണ്ടാണ് CPIM ആ നിലയിൽ ഇത്രയും ആരോപണവിധേയരെ ഇപ്പോഴും സംരക്ഷിച്ചു പോകുന്നത്? ഏതെങ്കിലും നിലയിൽ നടപടി സ്വീകരിച്ചോ എന്നതുൾപ്പെടെയുള്ളൊരു ചോദ്യമാണ് നിലവിൽ ഉയർത്തുന്നത്. സ്വാഭാവികമായും മുഖം രക്ഷിക്കലിന്റെ ഭാഗമായി കൂടിയാണ് നടപടി എന്നുള്ള കാര്യത്തിൽ, ഈ പ്രതിഷേധം എന്നുള്ള കാര്യത്തിൽ തർക്കമില്ല. അപ്പോഴും CPIM-നെ തിരികെ പ്രതിരോധത്തിലാക്കുക എന്നൊരു തന്ത്രം കൂടിയാണ് ഈ ചിത്രങ്ങളിൽ കാണുന്നവരുടെ ഉൾപ്പെടെയുള്ള ലൈംഗിക ആരോപണങ്ങളും അത്തരത്തിലുള്ള പരാതികളും FIR-ഉം കേസും ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് പറയുന്നത്. നിലവിൽ പ്രതിപക്ഷ നേതാവ് VD സതീശൻ ഒറ്റയ്ക്കല്ലെന്നും കോൺഗ്രസ് പ്രവർത്തകരാകെ കൂടെയുണ്ട് എന്നുള്ളതും ഉൾപ്പെടെയുള്ള മുദ്രാവാക്യങ്ങളും ഇവിടെ മുഴങ്ങുന്നുണ്ട്. CPIM കോഴിഫാം എന്നുള്ള നിലയിലാണ് ഈ പോസ്റ്റർ. അത് പോസ്റ്റർ മാത്രമല്ല, ഒരു ബാനർ. പ്രത്യാക്രമണമാണ്. ഇന്നലെ പ്രതിപക്ഷ നേതാവിന്റെ ഔദ്യോഗിക വസതിയിൽ പോസ്റ്റർ ഒട്ടിച്ചതിനുള്ള പ്രത്യാക്രമണമായി ക്ലിഫ് ഹൗസിലേക്ക് പോസ്റ്ററുമായി എത്തിയിരിക്കുകയാണ് കോൺഗ്രസ് പ്രവർത്തകർ. ഇന്നലെ BJP പ്രവർത്തകർ വിത്താളയമായി ഇറങ്ങിയിരുന്നു. അതുപോലെ ഇനി വല്ല അതിന് മറുപടി ഉണ്ടോ എന്ന കാര്യം അറിയില്ല. എന്തായാലും ആ കാളെ കളയരുത്, കാളെ കെട്ടിയിടാൻ എന്നാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. വേറെ എന്തൊക്കെ ഇനി ആവശ്യമുണ്ട് എന്നൊക്കെ പറയുകയാണ്. എന്താണോ എന്തോ. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.